പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഒരു പുതിയ മാസം, ജൂലൈ മാസം വലിയ അഭിഷേകത്തോടെ നമുക്ക് വ്യാപരിക്കാൻ വേണ്ട കൃപ സ്വർഗം തരട്ടെ എന്ന് ആദ്യമേ തന്നെ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. പിന്നെ നോക്കിയേ, 13-ാം തീയതി റോസാമിസ്റ്റിക്ക മാതാവിൻ്റെ തിരുനാളാണ്. പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി, പാപികളുടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ തന്നെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മൾ പാപികളാണ്. അപ്പം നമ്മുടെ കുടുംബത്തിലൊക്കെ ആ ഒരു പാപകരമായ അവസ്ഥയെ ഓർത്ത് ആഴത്തിൽ അനുഭവിക്കാനായിട്ട് റോസാമിസ്റ്റിക്ക മാതാവ് 13-ാം തീയതിയാണ് തിരുനാൾ. നമുക്ക് ഇന്ന് മുതൽ പ്രാർത്ഥിച്ച് ഒരുങ്ങാം കേട്ടോ. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ദിനവൃത്താന്തത്തിൻ്റെ 2-ാം പുസ്തകം 16:9. അവിടെ വചനം വെളിപ്പെടുത്താണ്. തൻ്റെ മുൻപിൽ, അതായത് ദൈവത്തിൻ്റെ മുൻപിൽ നിഷ്കളങ്കരായി വർത്തിക്കുന്നവർക്ക് വേണ്ടി ശക്തി പ്രകടിപ്പിക്കുവാൻ കർത്താവിൻ്റെ ദൃഷ്ടികൾ ഭൂമിയിലുടനീളം പായുന്നു. അതായത് ദൈവത്തിൻ്റെ മുൻപിൽ നമ്മൾ പലപ്പോഴും സഹോദരങ്ങളെ ലോകത്തിൻ്റെ മുൻപിൽ നമ്മുടെ നിഷ്കളങ്കത തെളിയിക്കാനായിട്ട് നമ്മൾ ശരിക്കും കഠിനാധ്വാനം ചെയ്യാറുണ്ട് അല്ലേ? ശരിക്കും അത് വലിയ പ്രധാനപ്പെട്ടൊരു കാര്യമല്ല. ദൈവത്തിൻ്റെ മുൻപിൽ നമ്മൾ സത്യസന്ധരായിരിക്കണം. ദൈവം എല്ലാം കാണുന്നുണ്ട്. ഒരു പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൻ്റെ വലിയൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നുന്നു, മറ്റുള്ളവരുടെ മുൻപിൽ നമ്മൾ നല്ലവരാവാനായിട്ട് നമ്മൾ പരിശ്രമിക്കാറുണ്ട്. പക്ഷെ ദൈവത്തിൻ്റെ മുൻപിൽ ഞാൻ ഒറ്റയ്ക്കായിരിക്കുന്ന സമയത്ത് എൻ്റെ സ്വകാര്യതയുടെ അങ്ങേയറ്റത്ത് ഞാൻ പലപ്പോഴും ഒരു നിഷ്കളങ്കത എന്നിൽ നിന്ന് പലപ്പോഴും ഉണ്ടാകാറില്ല എന്നുള്ളതാണ് വാസ്തവം. വചനം ഒന്നുകൂടി നോക്കി. തൻ്റെ മുൻപിൽ നിഷ്കളങ്കരായി വർത്തിക്കുന്നവർക്ക് വേണ്ടി ശക്തി പ്രകടിപ്പിക്കുവാൻ കർത്താവിൻ്റെ ദൃഷ്ടികൾ ഭൂമിയിൽ ഉടനീളം പായുന്നു. നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ സ്വകാര്യതയിൽ ചെയ്തു പോയ പാപങ്ങളും കുറവുകളൊക്കെ നമുക്ക് മാപ്പ് ചോദിക്കാം. പ്രത്യേകിച്ച് ഈ ഒരു 1-ാം തീയതി, ഇന്ന് 1-ാം തീയതി അല്ലേ, തീരുമാനമെടുത്ത ദൈവമേ, ഞങ്ങൾക്ക് ഈശോയുടെ മുൻപിൽ ഞങ്ങൾ സത്യസന്ധരാകണം. ലോകം ഞങ്ങളതിനെക്കുറിച്ച് എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല, പക്ഷേ ഈശോയുടെ മുമ്പിൽ ഞങ്ങൾക്ക് സത്യസന്ധരാകണം. ആ ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പിന്നെ ജൂലൈ 3 തിരുനാളാണല്ലേ, വ്യാഴാഴ്ച നമ്മുടെ കടമുള്ള ദിവസമാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങി തോമസ് ലീഹയുടെ പോലെ എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് പറയാനുള്ളൊരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പിന്നെ ആങ്ങൻ്റെ പള്ളിയിൽ പെരുന്നാളാണ് 3-ാം തീയതി, തോമസ് ലീഹ അല്ലേ. അപ്പോൾ നമ്മുടെ പുണ്യാളനാണ്. നിങ്ങൾ ഈ ഭാഗത്ത് കൂടെ വരുന്നുണ്ടെങ്കിൽ മോസ്റ്റ് വെൽക്കം, നിങ്ങൾ വരണം കേട്ടോ. ഈശോ നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.